10,000 പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ 1,00,00,000 പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആ പ്രശ്നത്തെ എല്ലാം ബുദ്ധിപരമായിട്ട് അനലൈസ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നിലനിൽക്കുന്ന ഒരവസ്ഥ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അപ്പോൾ ആ പ്രശ്നത്തിന് ഫോക്കസ് കൊടുക്കുന്നതിന് പകരം ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ പ്രോബ്ലം ഒന്നുമല്ല, അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടും അല്ല നമ്മൾ നിലനിൽക്കാനുള്ള കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ നിലനിൽക്കുന്ന അവസ്ഥയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ട ഒരു പ്രോബ്ലവും ഒരു പ്രോബ്ലം അല്ല എന്നുള്ള ഭാഗത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളുണ്ടല്ലേ ഈ വണ്ടർലയിലൊക്കെ സ്ലൈഡ് ചെയ്തിട്ട് പോകണം എന്നതുപോലെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഗ്ലൈഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അല്ലാതെ പ്രോബ്ലത്തെ നോക്കിയിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ ഡിസോൾവ് ചെയ്യുന്നതിന് പകരം ആ ഇവിടെ നിന്നും അല്ലെങ്കിൽ ആ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയിലേക്ക് പതുക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലവും വളരെ സിമ്പിളായിട്ട്